100% washable, only 245. 245. ഇത് മൽക്കോട്ടലിലെ വേറെ സംഭവമാണ്. ये सब ओणम स्पेशल कलेक्शन. കലംകാരി ഡിസൈനാണ്. തോം 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 എന്ന് പറയുന്നുള്ള ഒരു ഡിസൈനാണ് ഇത്. 165 രൂപ. ചെറിയൊരു തിളക്കൊക്കെ കാണുന്നുണ്ട് കണ്ടോ. നമ്മുടെ ഓണത്തിനൊക്കെ നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സംഭവമാണിത്. ഇതല്ലേ ഇത് കല്യാണത്തിന് കൊടുക്കാം. ഒരുപാട് മലയാളികൾ ഇതുവഴി പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ ആരുടെയും കയ്യിൽ പിടിച്ചോണ്ട് വരാൻ പറ്റത്തില്ലല്ലോ. 1000-ന്റെ താഴെ 800-നും താഴെ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മിയാമി ബീച്ച് ടു വാഷിംഗ്ടൺ? 400-നും ഇടയ്ക്ക് വേണമെങ്കിലും 400-ന്റെ താഴെ വേണമെങ്കിലും ഈ സാധനം ഇവിടെ കിട്ടും. പക്ഷെ ഇത് ഇത്തിരി നല്ല ട്രെൻഡിലാണ്. തയ്ക്കാനായിട്ടും നല്ല കാശ് കൊടുക്കണതിന്. പെട്രോളിന് വില കൂടിയാൽ സാരിക്ക് ഒരു 10 രൂപ കൂടും. എന്തുകൊണ്ട്? കാരണം എന്തുവാ? കാരണം എന്താ? ഉമ്മർ പറയത്തില്ലേ മഹേശ്വരി, ആ മഹേശ്വരിയാണ് ഈ മഹേശ്വരി. ഈ ഒറ്റ ഡിസൈൻ നമുക്ക് കുറഞ്ഞത് 10 എണ്ണമെങ്കിലും എടുത്തു വെച്ചെങ്കിൽ നമുക്ക് പ്രയോജനമുള്ളൂ. ചോദിക്കൂ കാരണം എന്തോന്ന്? എന്താ കണ്ടാൽ ആരേ രാധിക, നീ ഇത് എവിടുന്നാണ് എടുത്തത്? ഈ സാരിയില് 2000 മിറർ ഉണ്ട്. അത് എണ്ണീറ്റ് അതില് എന്തെങ്കിലും ഒരെണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ ആള് ഫ്രീ ആയിട്ട് തരുന്ന പറയണ. ഇത് ഓണം കളക്ഷൻസ് ആണ്. ആ വന്ന ലോഡ് വേറെ വണ്ടിയിലോട്ട് മാറ്റിയിട്ട് അവരുടെ സാധനങ്ങൾ അങ്ങോട്ട് മാറ്റുവാണ്. സാരി ഇല്ലെങ്കിലും ആ ബ്ലൗസിന് വേണ്ടിട്ട് കൊടുക്കണം. അത്രയും കാശ് അത്രയും ഉണ്ട്. മുതലാവും. ये जा रहा है कहाँ पे पता है? എറണാകുളം. ഇതെല്ലാം വെഡിങ് സ്പെഷ്യൽ ആണ്. തിരിച്ചു കൊടുത്തുട്ടാ. ആരും കേട്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. ഇത് ഖാദി കോട്ടൺ. जॉर्जेट विस्कोस साड़ी. ऊपर का बॉर्डर कलर अलग है. ये देखो. ആ പാട്ട്. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് എന്തായാലും ഈ ഒരു അന്തരീക്ഷം, ഈ ഒരു പാലൊക്കെ കാണുമ്പോൾ ഏകദേശം ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാന്നുള്ളത്. സൂറത്തില് അപ്പുറത്തെ സൈഡ് ആണെങ്കിൽ റിംഗ് റോഡ് എന്ന് പറയും, സഹാറ ദർവാസ ഇപ്പുറത്തെ സൈഡ്. അപ്പൊ 2 സൈഡായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പൊ സഹാറ ദർവാസ അല്ലെങ്കിൽ റിംഗ് റോഡ് പറയണം, അത് അവിടെ തന്നെ നിർത്തുള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി വരില്ല. അപ്പൊ ആ മുക്കിലായിട്ടാണ്. അവിടെ ഒരു ബാങ്ക് ഒക്കെ ഉണ്ട് കേട്ടോ. എന്തോ ബാങ്കിന്റെ പേര് RBL ബാങ്ക് ഒക്കെ ഉണ്ട്. ആ ഭാഗത്തായിട്ടായിരിക്കും നിർത്താട്ടോ. അവിടെ പിന്നെ ഒരു 10 അടി വെച്ച് ഇങ്ങനെ വിശാലമായിട്ട് നടക്കാം. ഈ ഒരു മാർക്കറ്റിന്റെ പേരെന്ന് പറയണതില്ലേ, ലെജൻഡ് ടെക്സ്റ്റൈൽ മാർക്കറ്റ് എന്ന് ഇവിടെ എന്തത് നിയമവാരി സിൽക്ക് എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ എഴുതി വെച്ചേക്കേ. ഇതില് പ്രിൻസ് ഡേക്കണു. ആ പ്രിൻസ് ഏട്ടനല്ലേ ഈ പ്രിൻസ് ഏട്ടൻ? ഇതെല്ലാം മലയാളം ബോർഡൊക്കെ സൂറത്തില് മൈക്ക് വയ്ക്കട്ടെ. മൈക്ക് എന്തായാലും വെക്കാം. അതെന്തത്? ഇത് നമ്മൾ ഇപ്പോൾ തുടങ്ങിയതാണ്. കാരണം വെച്ചാല് ഒരുപാട് മലയാളികൾ ഇതുവഴി പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ ആരുടെയും കയ്യിൽ പിടിച്ചോണ്ട് വരാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ എന്റെ കയ്യിൽ വന്നൊരു ഐഡിയ ആണ്. മലയാളത്തിൽ എഴുതി വെച്ചാൽ പ്രിൻസ് കേരള എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒന്ന് വിസിറ്റിങ്ങിന് വരുമല്ലോ, ജസ്റ്റ് കാണണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മേളിൽ വരക്ക അങ്ങനെ ഒരു ഐഡിയ വന്നതാണ് മലയാളത്തിലൊരു ബോർഡ്. ഈ ഒരു ബോർഡ് ഇത്ര നാളായിട്ട് ഞാൻ കണ്ടിരുന്നില്ല കേട്ടോ. ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ നടന്നു വന്നപ്പോ പ്രിൻസ് അണ്ണു നിൽക്കുന്നുണ്ട്. ഇവിടെ മലയാളം ബോർഡും കാണുന്നുണ്ട്. മലയാളം ബോർഡ് വെച്ചിരിക്കുന്ന ഉദ്ദേശം ഇതാണ് മലയാളം ബോർഡ് വെച്ചതിന്റെ ഉദ്ദേശം. അപ്പൊ ഞാൻ അവിടെ അവിടെ എങ്ങനെ പോണ്ട, നേരെ ഇവിടെ ഒരു നിയമവാരി സിൽക്ക് മിൽസിന്റെ ബോർഡ് ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പൊ അവിടെ ഇവിടേക്കൊന്നും പോണ്ട. ഇതുവഴി നടന്നു പോകുന്ന ആർക്കും നമുക്കിത് കാണാനും പറ്റും. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ അവിടുന്ന് ജസ്റ്റ് 10 മിനിറ്റ് ഡിസ്റ്റൻസിലാണ് നമ്മള് ഇപ്പൊ നിൽക്കുന്നത്. സഹാറ ദർവാസ എന്നാണ് പറയണത്. അതുപോലെ തന്നെ ഇവിടെ അടുത്തുള്ളത് ഷെർവാണി ഹൗസ് എന്നൊക്കെ വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി ഈസി ആയിരിക്കും. ഇത് ഈ മാർക്കറ്റ് അല്ലെങ്കിൽ ഈ ബിൽഡിങ്ങിന്റെ പേര് പറയണത് ലെജൻഡ് ടെക്സ്റ്റൈൽ മാർക്കറ്റ്. അതിന് നമുക്ക് പോകേണ്ടത് 2nd ഫ്ലോറിലേക്കാണ്. എല്ലാ പ്രാവശ്യം ഞാനിവിടെ വന്ന് പുതിയ കളക്ഷൻസ് ഒക്കെ കാണിക്കാറുണ്ട്. ഈ പ്രാവശ്യം പുതിയ വെറൈറ്റീസ് ഉണ്ട്. ഇപ്പൊ ഞാൻ കൊടുത്തത് തന്നെ അത്യാവശ്യം നല്ലൊരു ട്രെൻഡിൽ നിൽക്കുന്നതാണ്. നിങ്ങൾ പല ഇൻസ്റ്റാ പേജിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. റേറ്റ് നിങ്ങൾ വിളിച്ചു ചോദിച്ചാൽ മതി. എന്തായാലും നിങ്ങൾ ഇൻസ്റ്റയിൽ കാണുന്ന അത്രയ്ക്ക് റേറ്റ് ഒന്നും ഇല്ല അല്ലെ? അത്രയ്ക്ക് റേറ്റ് ഒന്നും എന്തായാലും ഇല്ല. എന്തായാലും 1000-ന്റെ താഴെ 800-നും താഴെ. 800-ന് താഴെ. ഞാൻ 1000-ന്റെ താഴെ വെച്ചാൽ നമുക്ക് ഹോൾസെയിൽ ആയതുകൊണ്ട് അങ്ങനെ റേറ്റ് എടുത്ത് പറയാൻ പാടില്ല. കറക്റ്റ് എക്സാക്ട് റേറ്റ് അറിയണമെങ്കിൽ നമ്പറിൽ വിളിച്ചു വെച്ചാൽ മതി. പ്രിൻസ് കേരള എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഒന്ന് വിളിച്ചു ചോദിച്ചാൽ മതി. ഇനി നമുക്ക് ഇത് എവിടെയാ സംഭവം? അതെ, ഇതെന്താ സംഭവം? തൈ കൊണ്ട് പോണത് ഭയ്യ जाओ ना. ये कपड़ा है क्या? एक मिनट ये कौन सा कपड़ा है? ये कौन सा कपड़ा है? आपको नहीं मालूम? जाने दे. ഷിമ്മറാണ് കേട്ടോ. ഷിമ്മറാണ്. ചെറിയൊരു തിളക്കൊക്കെ കാണുന്നുണ്ട് കണ്ടോ. നമ്മുടെ ഓണത്തിനൊക്കെ നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിരിക്കും ഈ ഒരു കളറും. അപ്പൊ അത് ഇതുപോലെ ചലോ താങ്ക് യു. ഇതുപോലെ ഓരോരുത്തരെങ്കിലും ബണ്ടിലായിട്ട് പോകും, കുറെ പേര് വണ്ടിയിലായിട്ട് പോകും. അതെ, വണ്ടിയിലേക്കാണ് പോണത്. വണ്ടിയിൽ കിടക്കുന്നുണ്ടോ? ആ വണ്ടിയിലാണ് പുള്ളി ഇടാൻ പോകുന്നത്. ഇതിലാണ് ഞാൻ നമുക്ക് വേണ്ട രീതിയിൽ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് പ്രിന്റ് കാര്യങ്ങൾ. അടുത്ത വണ്ടി കാണിക്കുന്നുണ്ട്. അടുത്ത വണ്ടി സാധനങ്ങൾ ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു വണ്ടിയിലോട്ട് ലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്താണ് പെട്രോളും സാരിയും തമ്മിലുള്ള ഒരു ടച്ചിങ് ഉണ്ട്. എന്താണെന്നറിയോ? എന്തത്? പെട്രോളിന് വില കൂടിയാൽ സാരിക്ക് ഒരു 10 രൂപ കൂടും. എന്തുകൊണ്ട്? കാരണം എന്തുവാ? കാരണം എന്താ? കാരണം എന്ന് വെച്ചാൽ അത് തന്നെ
ഈ വണ്ടി സാധനങ്ങളും പോകുന്നതല്ല, ഈ ട്രാൻസ്പോർട്ട് റൂട്ടാണ് ഈ സാധനങ്ങൾ പോകുന്നത്. മനസ്സിലാവുന്നോ? എവിടെ പെട്രോളിന് വില കൂടിയോ അവിടെ സാരിക്കും വില കൂടും. ആ ബുദ്ധി ഓടിയില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ളൊരു കളികളുണ്ട് ഇതിനകത്ത്. ഈ സാധനങ്ങൾ പോകുന്നതും വരുന്ന എല്ലാം വണ്ടിക്കകത്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ഇത് ആക്ച്വലി സൂറത്തിൽ വന്ന ഈ ഒരു കാഴ്ച എന്ന് പറഞ്ഞത് അപൂർവല്ല. ഇവിടെ എവിടെ പോയാലും നമുക്ക് ഇതുപോലെ വണ്ടികളൊക്കെ ഒരു മിനിറ്റ് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഒരു മിനിറ്റ് ഇങ്ങോട്ട് വരാൻ ഒറ്റ മിനിറ്റ് ഇങ്ങോട്ട് അടുത്തേക്ക് വരൂ. കണ്ട ഒരു വണ്ടി വരണ കണ്ട ഫുള്ള് ലോഡായിട്ട് വരുന്നത്. അതുപോലെ ഈ വന്ന പാഴ്സൽ ഒരു കൊച്ചു വണ്ടിയിലോട്ട് മാറ്റുവാണ്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് വന്നത് ഇതിനകത്ത്. ഈ വന്ന സാധനങ്ങൾ വേറൊരു വണ്ടിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് വേറെ അവരുടെ സ്ഥാപനത്തിലോട്ട് പോവാണ്. ഇത് മൊത്തമായിട്ട് വന്നൊരു ലോഡാണ് വന്ന ലോഡ് വേറെ വണ്ടിയിലോട്ട് മാറ്റിയിട്ട് അവരുടെ സാധനങ്ങൾ അങ്ങോട്ട് മാറ്റുവാണ്. ഇങ്ങനെയാണ് ഇവിടെ സൂറത്തിൽ നടക്കുന്നത്. എന്നിട്ട് നമുക്ക് ഫൈനൽ നമ്മൾ ഷോപ്പിൽ പോയിട്ടാണ് എക്സാക്ട് എന്താ സംഭവം എന്നുള്ളത് കാണാം. ഇനി ഷോപ്പിൽ പോയിട്ട് എന്താന്ന് വെറൈറ്റി നമുക്ക് നോക്കാം. ഒന്നും നോക്കാം. അപ്പൊ ഇതാണ് കേട്ടോ ലെജൻഡ് ടെക്സ്റ്റൈൽ മാർക്കറ്റ് പറഞ്ഞിട്ട് വലിയൊരു ബിൽഡിങ്ങില് സെക്കൻഡ് ഫ്ലോറിലേക്കാണ് കണ്ടെത്തിയിരിക്കുന്നത്. ലെജൻഡ് ടെക്സ്റ്റൈൽ മാർക്കറ്റ്. അപ്പൊ ഒന്ന് പോയാലോ? എല്ലാ പ്രാവശ്യം ഞാൻ വരുന്നത്. എന്നാലും പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിട്ട് പ്രിൻസേട്ടൻ നമുക്ക് ഇന്ന് നെയ്മാലിലേക്ക് കൊണ്ടുപോകും. ഇത് എന്താ പ്രിൻസേട്ടാ ഞങ്ങള് വിട്ടിട്ട് ഇങ്ങനെ ഓടണ എവിടെ നമുക്ക് കാണാം. സാരി മൊത്തം കാലിയായിട്ട് ഇവിടെ എന്തൊക്കെ ഇവിടെ കാലിയായിട്ടെന്ന് പറഞ്ഞത് സംഭവം എന്ന് പറഞ്ഞാൽ ഈ സാരിയുടെ ഒരു കാര്യങ്ങൾ ഇനി വരാൻ ലോഡ് കിടക്കുന്നേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് സ്പേസ് ഒരുക്കിയതേ ഉള്ളൂ. ഇത്രയും ഇത് ആ വന്ന സാരികളെല്ലാം ഇങ്ങോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ അടുത്തൊരു ടീമിന്റെ ഒരു സാരി ഇതെല്ലാം മഹേശ്വരി സിൽക്കാണ്. മഹേശ്വരി സിൽക്കിന്റെ ആണ്. ഉമ്മർ വരത്തില് മഹേശ്വരി. ആ മഹേശ്വരിയാണ് ഈ മഹേശ്വരി. അപ്പം ഇത് മൊത്തവും അടുത്തത് ഡസ്റ്റി ഓറഞ്ച് അങ്ങനെയൊക്കെയുള്ള പുത്തൻ സാരികളാണ്. ബോട്ടി കളക്ഷൻസ് ആണ് ഇതെല്ലാം. ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ ഒരേ ടൈപ്പിലുള്ള കുറെ സാരികൾ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബോട്ടി കളക്ഷൻസ് ആയിരിക്കും ഇതെല്ലാം വരുന്നത്. ഇതിനകത്ത് കളർ ചേഞ്ച് ഇല്ല. അതായത് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഞാൻ കൊടുത്തതാണെങ്കിൽ അതിന് കളർ ചേഞ്ച് ഒക്കെ ആയിട്ട് കിട്ടും. ഇതിനകത്ത് കളർ ചേഞ്ച് ഇതിനൊക്കെ ആകുമ്പോ നമുക്ക് കളർ ചേഞ്ച് ഇല്ല. ഇതിനകത്ത് കളർ ചേഞ്ച് ഇല്ല. ഇതിനകത്ത് കണ്ടേ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇതൊരു ബോട്ടി നമ്മുടെ നാട്ടിലിപ്പോ നല്ല മൂവിങ് ആയിരുന്നു. നല്ല മൂവിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു മിനിറ്റ് ഞാൻ കാണിക്കാം. ഈ റെസ്റ്റോറന്റ് ഷെയ്ഡിലുള്ള ഒരു സാരിയാണ്. മുന്തിരി അല്ലെങ്കിൽ ബ്രൗൺ ഷെയ്ഡ് ഒക്കെയാണ് കൂടുതൽ. അതൊക്കെ അവിടെ കുറെ ഉണ്ട്. അപ്പൊ ഈ ടൈപ്പുള്ള സാരികൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ നാട്ടിലിപ്പോ പോകുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സംഭവമാണിത്. ഇത് കല്യാണത്തിന് കൊടുക്കാം, എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻ വരുവാണെങ്കിൽ അവിടെ കൊടുക്കാം, പിന്നെ പാർട്ടികൾക്ക് കൊടുക്കാം. അങ്ങനെയൊക്കെയുള്ളൊരു സാരിയാണിത്. അപ്പൊ അങ്ങനെയുള്ള കുറെ സാരികളാണ് ഈ ഇരിക്കുന്ന മുഴുവൻ. ഇതാകുമ്പോ ഇതിന്റെ കളർ ചേഞ്ച് വേറെ ചോദിച്ചാൽ കിട്ടൂല. ഇതിനകത്ത് കളർ ചേഞ്ച് വരെ കിട്ടത്തില്ല. ഇതിനകത്ത് ഒറ്റ ഡിസൈൻ ആയിരിക്കും. പക്ഷേ ഈ ഒറ്റ ഡിസൈൻ നമുക്ക് കുറഞ്ഞത് 10 എണ്ണമെങ്കിലും എടുത്തു വെച്ചെങ്കിൽ നമുക്ക് പ്രയോജനമുള്ളൂ. ചോദിക്കും കാരണം എന്തോന്ന്? കാരണം വെച്ചാൽ ഒരാൾ ചോദിച്ചാൽ വീണ്ടും അവർക്ക് വേറെ ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഒരാൾക്ക് ഇഷ്ടപ്പെടും. അപ്പൊ വേറെ റീനയ്ക്ക് ഇഷ്ടപ്പെടും, വേറെ ആൾ അയാൾക്ക് മീനയ്ക്ക് വേണം, റീനയ്ക്ക് വേണം, ടീക്കയ്ക്ക് വേണം, ഈനയ്ക്ക് വേണം. അങ്ങനെ ഓരോരുത്തർ ഒരു 10 എണ്ണം 50 എണ്ണം അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതല്ലാണ്ട് ഇവിടെ ഉള്ളിൽ കുറെ സംഭവങ്ങളൊക്കെ നമുക്ക് ഇനിയിപ്പോ ശരിക്കും മുതലാളി നമുക്ക് കാണാം. ശരിക്കും മുതലാളി നമ്മുടെ സൂറത്തിലത്തെ മുതലാളി, മലയാളം പറയുന്ന മുതലാളി ഇവിടെ കുറെ സാരി മുതലാളി എവിടെ സുഖമാണ്. ഞാൻ കൊടുക്കാം. ആണോ? ഓക്കെ ഓക്കെ. സുഖമാണോ? എന്താ വിശേഷം? थोड़ा सीखा है. എന്നാലും പറ എന്താണ് വിശേഷം? സുഖമാണെന്ന് പറ. സുഖമാണെന്ന് പോലോ. സുഖമാണ്. അതാണ്. എന്തേലും ആവട്ടെ, എന്തൊക്കെ പറയുന്നുണ്ട്. കസ്റ്റമർ ആയേഗാ तो मैं बेच सकता हूं, माल बेच लूंगा. പറഞ്ഞ കസ്റ്റമർ വന്നാൽ ഞാൻ എങ്ങനെയും അവരെ കൊടുക്കും. तब अपने आप निकल जाता है. മലയാളം തന്നെ വരും. അതാണ്. ഈ പ്രാവശ്യം എന്താ നമുക്ക് വെറൈറ്റി കൊണ്ടുവരുന്നത്? ഈ പ്രാവശ്യം നമ്മൾ കാണുന്നത് ഇപ്പൊ റെഡിമെയ്ഡ് ബ്ലൗസിന്റെ ये जा रहा है कहाँ पे पता है? एर्नाकुलम. अभी जस्ट कस्टमर का ऑर्डर है. अंगमाली. हाँ, ये रेडीमेड ब्लाउज के साथ है. ये ब्लाउज दिखाओ. खादी कॉटन का साड़ी है, प्योर खादी कॉटन. तो ये क्या है? ये भी तो खादी कॉटन. खादी कॉटन ब्लाउज. केरला में खादी कॉटन बहुत मांगते हैं, हेवी डिमांड रहता है उसका. खादी कॉटन ले इनके दिन
സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇതിന്റെ ഈ ഒരു കട്ടാണ് ഭയങ്കര ഇഷ്ടം. ഇത് ഇത്തിരി നല്ല ട്രെൻഡിലാണ്, തയ്ക്കാനായിട്ടും നല്ല കാശ് കൊടുക്കണതിന്. പിന്നെ അല്ല അവിടെ റേറ്റ് കുറവായിരിക്കില്ല. പിന്നെ ഇതിന്റെ സൈഡിൽ ഇങ്ങനെ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അതെ അതെ, സൈഡിൽ വർക്ക് ഉണ്ട്. ഇത് ഇപ്പൊ എടുക്കുമ്പോ എത്ര പീസ് എടുക്കണം, എങ്ങനെ എടുക്കണം? ഇപ്പൊ ഇത് കാണുമ്പോ എനിക്ക് വെള്ളം 6 कलर्स का बंडल आएगा। 6 പീസ് 6 पीस। 6 പീസിന്റെ സെറ്റ്. ബ്ലൗസ് ഇതുപോലെ സെയിം ആയിരിക്കും, പക്ഷെ ഇതിന്റെ नहीं, ब्लाउज में भी सब में जैसे डिजाइन जो है अलग, व्हाइट कलर कॉमन है बट ब्लाउज का डिजाइन भी कलर के साथ चेंज होता है। ഇതിനകത്ത് തത്തയാണ്, ഇതിനകത്ത് മാനാണ്. हाँ, सब आ जाएगा, मतलब पूरा केरला इंक्लूड होएगा इसमें। അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടെന്ന് അപ്പൊ ചെറുതായിട്ട്. ब्लैक कलर तो स्पेशल है। സ്പെഷ്യൽ വേറെ ഉണ്ട് ഒരുപാടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. ഇതിനകത്ത് ചെടിയാണ്. ഓരോരോ നമ്മുടെ നാളേരം തെങ്ങ് ഇതൊക്കെ ഇങ്ങോട്ട് പോയി. नारियल का कोई है डिजाइन? नारियल का झाड़ी ഇവിടെ പറഞ്ഞു. आएगा आएगा, सब है, नारियल है, कोकोनट चटनी है, सब मिल जाएगा। ഓക്കേ, അടുത്തത് കൊടുക്കാം. ഇത് ഒരു दूसरा trend. कौन सा? आज चलो आज ये लेनिन अपना जो केरला स्पेशल लीलन साड़ीज दिखा देते हैं। ലിനൻ സാരികളിൽ വരുന്നത് കലംകാരി കലംകാരി ഡിസൈൻ ആണ്. തോം 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 എന്ന് പറയുന്നുള്ള ഒരു ഡിസൈൻ ആണ് ഇത്. ഓൾ ടൈം ഫേവറേറ്റ്. ഓൾ ടൈം ഫേവറേറ്റ് ആണ്. നമ്മുടെ ലിനനിൽ ലിനനിൽ വരുന്ന സാരികളാണ് ഇത്. തോം 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 എന്നാണ് ഇതിന്റെ പേര്. പേര് കലംകാരി ഡിസൈൻ ആണ്, പക്ഷെ ഞാൻ വിളിക്കുന്നത് തോം തോം തോം. ये वाला देखो, मल कॉटन പേര് രണ്ട് കളർ വരുന്നുണ്ട്. कलर। हाँ, ऑनलाइन स्पेशल है वो। ഓൺലൈൻ സ്പെഷ്യൽ ആണ്, 2 കളർ വരുന്നുണ്ട്. ഈ ഓൺലൈൻ സ്പെഷ്യൽ എന്നിട്ട് ഉദ്ദേശിക്കുന്നത് അതും കൂടി ഒന്ന് ഈ ഓൺലൈൻ സ്പെഷ്യൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോ ഒരാൾ കണ്ടാൽ ആരേ രാധിക നീ ഇത് എവിടുന്നാണ് എടുത്തത് എന്ന് പറയുമ്പോൾ അത് ഇന്ന കടയിൽ നിന്നാണ് എടുത്തത്. അപ്പം അയ്യോ എനിക്കും കൂടെ ഒരെണ്ണം വേണം. അപ്പോൾ ഈ കസ്റ്റമർ 2 സാരി എടുത്തുകൊണ്ട് പോകും. പിന്നെ നമ്മളെ വിളിക്കുമ്പോൾ ഈ സാരി കാണത്തുമില്ല. മനസ്സിലാവുന്നോ? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കുറഞ്ഞൊരു 5 പീസെങ്കിലും എടുക്കാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഇത് എന്തായാലും ഒരാൾ ചോദിക്കും. അതുകൊണ്ടാണല്ലോ ഇത് ബോട്ടി കളക്ഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഒന്നും വേണ്ട, ഞാൻ ഇവിടുത്തെ ഈ സാരിക്ക് തന്നെ ഇപ്പൊ നോക്കിക്കോ, ഇത് ഓൾറെഡി നല്ല ഡിമാൻഡാണ്. ഇപ്പൊ നാളെ വിളിക്കുമ്പോ ആ ഷെൽമി എടുത്ത സാരി ഉണ്ടോ എന്ന് വിളിച്ച് ചോദിക്കും. ഇത് നമ്മൾ എണ്ണിയാലും തീരില്ല, അത്രയധികം മിററാണ് ഇതിൽ ഒട്ടിച്ചിരിക്കുന്നത് അല്ലേ? 2000 प्लस मिरर। गिने का तो भी खत्म नहीं होगा ऐसा बोल रही हो। बिल्कुल बैठ के गिनना पड़ेगा। और किसी ने भी कम मिरर निकला कोई साड़ी में तो उसको फ्री वो साड़ी, गारंटी। തള്ളരുത് മോദി ജैसा തള്ളരുത്. കള്ള് കുറയ്ക്ക്. गुजरात में है ना। അപ്പൊ ഒന്നുകൂടി വേണമെങ്കിൽ മലയാളത്തിലൊന്ന് റിപ്പീറ്റ് ചെയ്തോ. 2000 മിറർ ഉണ്ടെങ്കിൽ എണ്ണി अगर 2000 मिरर है तो 2000 मिरर से कम है तो वो साड़ी മലയാളത്തിൽ പറയും, മലയാളത്തിൽ പറയേ. 2000 मिरर ഞാനങ്ങ് മലയാളത്തിൽ പറയാം. मैं मलयालम में बोल रहा हूँ. पटिकंडी। അവിടെ ഇരുന്നോട്ടെ, പറയാണ്ടോ അവിടെ ഇരുന്നോട്ടെ. ഓക്കെ, അല്ലല്ല അത് ഏത് ലാംഗ്വേജ് ആയിരുന്നു? तेलुगु लैंग्वेज में कुछ बोला है. पट्टिकंडी मतलब क्या है? टेंशन नहीं, मतलब ऐसा टेंशन नहीं, गारंटी है अपना। ഗ്യാരണ്ടി है. അത് ശരിക്കും പറഞ്ഞാൽ ഇതില് ഈ സാരിയില് 2000 മിറർ 2000 മിറർ ഉണ്ട്. അത് എണ്ണീറ്റ് അതില് ഏതെങ്കിലും ഒരെണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ ആള് ഫ്രീ ആയിട്ട് തരുന്ന പറയണം. ഓക്കെ, അതൊക്കെ ഒരു സാരി കൊടുക്കുന്നതിനകത്ത് ഭയങ്കര ദിൽദാർ മനുഷ്യനാണ്. കുഴപ്പമില്ല. എന്റെ മൈക്ക് തിന്താറൊക്കെ അവിടെ നിൽക്കട്ടെ, മൈക്ക് നോക്കട്ടെ. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ സംസാരിച്ചത് വേറെ ഏതാണ് സാരി? ये देखो पम मल कॉटन पे प्योर चीज। ये भी सब जो ये ऑनलाइन बिजनेस करना है तो सेम कलर में इंस्टाग्राम पे, खुद का वेबसाइट पे, बुटीक स्टोर्स पे, कोई भी वेबसाइट पे अपलोड करके इसको सेल कर सकते हैं। വെബ്സൈറ്റിൽ നമുക്ക് ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് അങ്ങനെ സെയിൽ ചെയ്യാനും പറ്റുന്ന സെയിൽ ചെയ്യാൻ. ഇത് മൽക്കോട്ടലിലെ വേറെ സംഭവമാണ്. ये देखो प्योर मल कॉटन पे एम्ब्रॉयडरी वर्क आएगा ये। ഇത് മൽക്കോട്ടനിൽ തന്നെ കേട്ടോ വരുന്നത്. मल कॉटन അതിൽ ടെസൽസ് ഒക്കെ പിടിപ്പിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇത് ലിനനിൽ വരുന്ന സാരിയാണ്. तुम पार्ट 2। മലയാളം പഠിച്ചിട്ടില്ല കുട്ടി. മലയാളം പഠിച്ചിട്ടില്ല, പഠിച്ചു വരുന്നേ ഉള്ളൂ കുട്ടി. സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ എത്ര വരുന്നത്? നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ എത്ര വരുന്നത്? 165 ആണ് സ്റ്റാർട്ടിംഗ് റേറ്റ്. 165 രൂപ സ്റ്റാർട്ടിംഗ് റേറ്റ് ആണ് പറയുന്നത് കേട്ടോ. പിന്നെ ബാക്കി റേറ്റ് അറിയാൻ ये सब वेडिंग स्पेशल है। रेडीमेड ब्लाउज है, अंदर साड़ी के अंदर भी ब्लाउज है और बाहर भी एक ब्लाउज है, डबल ब्लाउज। ഡബിൾ ബ്ലൗസ് ആണ് ഈ സാരിക്ക് വരുന്നത് കേട്ടോ. നല്ല വെറൈറ്റി. ഇതൊക്കെ നല്ല സ്പെഷ്യൽ ഐറ്റം കേട്ടോ. നമുക്ക് സ്പെഷ്യൽ ഐറ്റം ആണ്. ഇതെല്ലാം വെഡിങ് സ്പെഷ്യൽ ആണ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് എനിക്ക് സാരി ഇല്ലെങ്കിലും ആ ബ്ലൗസിന് വേണ്ടിട്ട് കൊടുക്കണം. അത്രയും കാശ് അത്രയും ഉണ്ട്, മുതലാവും. എങ്ങനെയായാലും ബ്ലൗസിന് 900 രൂപയ്ക്ക് മേളിലാണ്. 965 രൂപ. 900 ഒന്നല്ല, അതിനേക്കാളും കൂടും. നിങ്ങൾ അതുകൊണ്ടാണ് 900. സൂറത്തിലൊക്കെ ആ റേറ്റ് ഒക്കെ കിട്ടും. പക്ഷെ നമ്മുടെ നാട്ടിൽ നാട്ടിൽ കിട്ടത്തില്ല. ഇല്ലില്ല. അതാ
നല്ല അടിപൊളി ബ്ലൗസ് ഇട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നേരത്തെ പറഞ്ഞ ആ കട്ടിങ്ങിൽ തന്നെ കേട്ടോ. അപ്പൊ ഇതില് 5 അല്ലെങ്കിൽ 6, 8 അങ്ങനെയായിരിക്കും പീസസ് വരാം അല്ലെ? कितना पीसेस इसमें? ये वाला 5 पीस का है, जैसे 5 पीस ये वाला मॉडल 6 पीस का है. ഇത് 6 പീസ്. और रेडी ब्लाउज का जो स्टार्टिंग कलेक्शन है 450 रुपीज से स्टार्ट हो जाता है. 450. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 150, 180 തൊട്ട് ഇവിടെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് കയറി പോകും. അതിൽ നമുക്ക് ലിനനിൽ കിട്ടും, കോട്ടണിലുണ്ട്. ഇവര് മെയിൻ ആയിട്ട് കോട്ടൺ ആണ്. ഇത് ഈ ഉടുത്തിരിക്കുന്ന സാരി തന്നെയാണ്. ഒരു ഉദാഹരണം പറയാം. ഈ ഉടുത്തിരിക്കുന്ന സാരിയുടെ ഒരു കുറഞ്ഞ ഇപ്പൊ ആർക്കെങ്കിലും പറയാം ഒരു 7, ഇതിപ്പം നമ്മൾ ഏകദേശം ഒരു റേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു 800 ഉള്ളിലാണ്. 800 के अंदर റേറ്റ് പക്കാ നീ ബോൾ सकता मैं 800 के अंदर 800 അകത്ത്. എന്നാൽ ഇതേ സാധനം നമുക്ക് 400-നും അല്ല 500-നും 400-നും ഇടയ്ക്ക് വേണമെങ്കിലും 400-ന്റെ താഴെ വേണമെങ്കിലും ഈ സാധനം ഇവിടെ കിട്ടും. അപ്പം വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മിയാമി ബീച്ച് ടു വാഷിംഗ്ടൺ? കേട്ടോ, അതാണ് ഈ രണ്ട് സാരികളുടെ അതെനിക്കറിയത്തില്ല. ഈ സാരിയും ഇത് മൊഡാൾ സിൽക്കാണ്. പക്ഷെ ഇതിന് 500-ന് താഴെയും ഇതിന് 800-ന് താഴെയും തുണികളുടെ തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതെന്തായാലും ഉണ്ടല്ലോ, ഞാൻ ഉടുക്കുമ്പോ എനിക്ക് ആ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഇത് പിടിക്കുമ്പോഴും ഫീലിംഗ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നേരിട്ട് വരാൻ പറഞ്ഞത്. കേരളത്തിലെ ആൾക്കാർ പറയുന്നത് തിരുപ്പൂറിൽ ഇതിനെക്കാട്ട് റേറ്റ് കുറവാണല്ലോ, തിരുപ്പൂർ റേറ്റ്, കേരളത്തിലെ കോഴിക്കോട് ഇതിനെക്കാട്ട് റേറ്റ് കുറവുണ്ട്. ഇതിപ്പോ സംഭവം മനസ്സിലായോ എന്തോന്നുള്ള? പിടിച്ചു നോക്ക്, സാധനം ഇങ്ങനെ നമുക്ക് പിടിച്ചു നോക്കുമ്പോഴേ സംഭവത്തിലുള്ള ഇത് വ്യത്യാസം മനസ്സിലാവും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മിയാമി ബീച്ച് ടു വാഷിംഗ്ടൺ? क्वालिटी का डिफरेंस. तिरुपुर क्वालिटी अल्ले, सूरत क्वालिटी. और हमारे पास क्या सब मिल जाएगा, जैसा सब कुछ ना. कैसा प्रोसेसिंग होता है? पहले जैसे ग्रे बोलते हैं, जो व्हाइट कलर रहता है पहले उसको ग्रे बोलते हैं. ग्रे परचेज करके उसका डाइंग होता है, फिर उसका प्रिंटिंग, फिर उस पे मिरर वर्क अलग से होगा, कटिंग होगा, वो पूरा प्रोसेस एक रहता है. അത് വലിയൊരു പ്രോസസ്. ആ പ്രോസസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇത്രയും റേറ്റ് കുറവിന് നമ്മുടെ കയ്യിലാണ് ഇത് കിട്ടുന്നത് അല്ലേ? സംഭവം വലിയ പ്രോസസിംഗ് ആണ്. ഇതൊക്കെ മില്ല് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് കണ്ടല്ലോ, അതിന്റെ ഗ്രേ കൊണ്ടുപോകുന്നതാണത്. അതെ, സ്റ്റാർട്ടിംഗ് में हमने दिखाया कुछ. हाँ, तो वो ग्रे जो लेके जा रहे हैं ആക്ച്വലി ഗ്രേ അല്ല, അത് മെറ്റീരിയൽ ആയിരുന്നു. ഗ്രേ എന്ന് പറയുമ്പോൾ ഫുൾ വൈറ്റിലായിരിക്കും. അത് ബാക്ക് സൈഡിൽ പറഞ്ഞു. मैंने वो भी बोला पेट्रोल और साड़ी के बीच में कुछ रिलेशन. അതൊക്കെ പോട്ടെ, കളക്ഷൻസ്. അടുത്തത് ഈ സാരികൾ നമുക്ക് കാണിക്കാം. महेश्वरी നമ്മുടെ ഉമ്മറിന്റെ മഹേശ്വരിയാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഓരോരോ വെറൈറ്റി ആണ് ഈ കാണിക്കുന്നത്. ये सब डिजाइन्स में 6 कलर्स आएगा. ये देखो गुजरात स्पेशल पटोला. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഓരോരുത്തർ വന്ന് ഈ ചെറുക്കന്റെ വാചകോടി കുറച്ച് നിർത്തണമെന്ന് പറഞ്ഞു, എന്റെ വാചകോടി. അതുകൊണ്ട് ഞാൻ ഒരുപാട് വാചകോടിക്കുന്നില്ല. ये सब പക്ഷെ നമ്മൾ മലയാളം പറഞ്ഞാലല്ലേ അവർക്ക് മനസ്സിലാവുള്ളൂ. അല്ലല്ല, ചിലവരങ്ങനെ ഇത് ഇങ്ങനെ വാചകോടിക്ക് കൂടുതൽ കളക്ഷൻസ് കാണിക്കാനാ പറയുന്നത്. അപ്പൊ കളക്ഷൻസ് കളക്ഷൻസ് കാണിക്കുന്നതാണ്. ഇതെല്ലാം മഹേശ്വരിക്കകത്ത് വരുന്നത്. महेश्वरी कॉटन पे सॉफ्ट है और नीचे आपको बॉर्डर आएगा, जैकार्ड बॉर्डर. ജക്കാർഡ് ബോർഡർ ഇങ്ങനെ നല്ല പ്രിന്റോട് കൂടിയ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. मैं इधर डालता हूं, आप जल्दी जल्दी दिखा दो. इतना सारा कलेक्शन है, देखो एक वीडियो में तो पूरा कंप्लीट नहीं होगा. പിന്നെ കാണിക്കോ जो दिखा सकता है जो कह रहा है. ओणम कलेक्शंस का लेकर आ जाओ भाई. ओणम कलेक्शंस दिखा. ओणम कलेक्शंस लेकर आना पड़ेगा. ये वेडिंग, पट्टू, ओणम, ऑल साड़ी कलेक्शन आपको एक ही जगह मिल जाने वाला है. ഇത് खादी कॉटन. ഇത് എംബ്രോയിഡറി വർക്ക് വരുന്നത്. एम्ब्रॉयडरी वर्क आएगा और 100% वॉशेबल फैब्रिक है. പിന്നെ ഇത് ഓണം കളക്ഷൻസ് ആണ്. ओके, तो इधर आप साड़ी के साथ साथ एंटरटेनमेंट भी हो जाता है. ये सूरत का हमारा यूएसपी है कि बाकी जगह आप जाओगे तो सिर्फ साड़ी मिलेगा, वन स्टॉप डेस्टिनेशन. इधर आपको एंटरटेनमेंट भी हो जाएगा. ऐसा काफी टाइम से मूवी नहीं देखा होगा तो भी यहाँ पे आओगे तो अच्छा लगेगा. ഇവിടെ ഒരു എൻജോയ്മെന്റ് ഫീലിംഗിൽ പർച്ചേസിംഗ് എന്ന് പറയില്ലേ, ആ ഒരു സംഭവമാണ് നമുക്ക്. അടുത്തത് തബല. ये सब अभी क्या ओणम पे व्हाइट कलर में सेट मुंडू, कॉटन साड़ीज, ये सब अभी काफी डिमांड में रहता है. तो अभी जैसे ओणम का हमारा जो प्रिपरेशन है वो स्टार्ट हो गया है. ये सब अभी ओणम कलेक्शन है. कोटा चेक्स पे जरी चेक्स है और जैकार्ड बॉर्डर है. ये देखिए, अभी ये जैसे रिटेल में आराम से 650-700 में आराम से सेल कर सकते हैं. हमारे पास आपको ओनली मतलब उसके हाफ से भी कम में मिलने वाला है. रेट नहीं बोलना भाई, ये तो 50% से कम में मिल जाएगा. ऐसा അതിന്റെ ഉള്ളില് താഴേക്ക് കിട്ടുന്നതാണ് പറഞ്ഞു വരുന്നത്. ശരിക്കുള്ള റേറ്റ് അല്ല പറയുന്നത്. ശരിക്കുള്ള റേറ്റ് അറിഞ്ഞ പ്രിൻസേട്ടൻ എന്ത് ചെയ്യണം? ശരിക്കുള്ള റേറ്റ് വേണം. ഇത് എന്ത് പോടാ? നേമാവരി. ശരി, ഇതിന് ശരിക്കുള്ള റേറ്റ് അറിയാൻ എന്ത് ചെയ്യണം? എന്നെ വിളിച്ചാൽ മതി. എന്നെ വിളിച്ചിട്ട് എന്നെ കുറിച്ച് ചോദിക്കണം, അല്ലെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് മീൻസ് വാട്സപ്പിൽ ചോദിച്ചാലും മതി.
मतलब रेट जानने के लिए क्या करने का ये तो बताना पड़ेगा ना. हाँ बिल्कुल, व्हाट्सएप पे उसका आ जाएगा सारा का सारा ओणम का डिटेल्स. मुकेश ഓണം का दिखा देने ഓണം മുകേഷ്. ആ സാരികൾ വേണ്ടതുണ്ട്. നിങ്ങളുടെ ഒന്ന് തിരിച്ച ഈ ഫുള്ള് കാണുന്നത് മൊത്തം സാരീസിന്റെ വെറൈറ്റീസ് ആ. ഇപ്പൊ ഇതിലിപ്പോ ഏതൊക്കെ നമ്മൾ കാണിക്കുന്ന ഒരു ഐഡിയ ഇല്ലല്ലോ. ആ ഈ 50 സാരി അതെന്താ സാരിയുടെ നമ്പറാ? वो कोड वर्ड है കോഡ് വേർഡ്. प्रिंस भाई का. ये देखो, ये भी वाइट स्पेशल. ये देखो सुपर क्वालिटी. अभी क्वालिटी भी अच्छा है. रिटेल में जैसे 600 750 में जाएगा और इधर प्राइस एकदम लो. देखो आपको मैं प्राइस बताता हूँ. ओनली टू ओनली. ഓ उधर नहीं बोलना है. ഇല്ല 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 പറയൂല കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പ്രൈസ് ചത്താലും മിണ്ടില്ല. ആ ചേട്ടാ അതിന്റെ ഇടയിൽ ആരാണ് ഇപ്പൊ മലയാളം പറഞ്ഞത്? केरला ब्यूटी. അല്ല അതിന്റെ ഇടയിൽ ഒരു മലയാളം പറയുന്നു. നിങ്ങൾ അതിന്റെ ഇടയിൽ റേറ്റും പറഞ്ഞു. ആ ഇപ്പൊ പറഞ്ഞു. ആ തിരിച്ചെടുത്തു. തിരിച്ചെടുത്തു കേട്ടോ. ആരും കേട്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. ചെവി പൊത്തിക്കോ. ये देखो, ये सब ओणम स्पेशल कलेक्शन. അതില് കൊറേ പ്രിന്റ്സുകൾ വരുന്നുണ്ട്. പക്ഷെ ഒക്കെ ടിഷ്യൂലാ വരുന്നത്. ഇത് ടിഷ്യൂ അല്ലേ? इधर टिश्यू मलबरी टिश्यू. ഇത് എന്താ മെറ്റീരിയൽ ആക്ച്വലി വരുന്നത്? ഇത് കോട്ടൺ ടിഷ്യൂ हाँ मल कॉटन. മൽ കോട്ടൺ ടൈപ്പിലാണ്. मल कॉटन टाइप रहेगा. सब രണ്ടും बहुत सारा മാറ്റമുണ്ട്, വ്യത്യാസമുണ്ട്. പക്ഷെ നല്ല രസമുണ്ട്. ഒരു ലിനൻ പോലെ അല്ലേ ഫീലിംഗ്? അതെ അതെ. ഒരുപാട് പ്രിന്റുകൾ ഉണ്ട് അല്ലേ? ഇത് മോഡലില് നമ്മുടെ പ്രിന്റ് वेरे डिजाइन. ആ വേറെ ഡിസൈൻ. ഞാൻ കൊടുത്ത പോലത്തെ തന്നെ അതിന്റെ ഒരു ഡിഫറെന്റ്. ये क्या चीज है? मैसूर क्रेप सिल्क. मैसूर क्रेप साड़ियाँ जो प्योर मैसूर क्रेप सिल्क है, जो आप फैब्रिक एकदम सॉफ्ट रहता है. और देखिए मैसूर क्रेप ऑल ओवर इंडिया में बनता है, बट चैलेंज है कि सबसे बेस्ट क्वालिटी आपको यहाँ पे ही मिलने वाला है. बैंगलोर में भी मिलेगा, कलकत्ता में भी मिलेगा, सूरत में भी बहुत सारे जन है, बट सबसे प्रीमियम क्वालिटी चाहिए तो आपको आना पड़ेगा नेमावरी सिल्क. ये कौन सा साड़ी है? ये वाला? ये जॉर्जेट विस्कोस. ओहो मुंदानी टूटेगा नहीं. क्वालिटी आना. കണ്ടില്ല. ആഹാ ഇതെന്താ അലക്ക? ഭാര്യ ശരിക്കും ഇട്ട് അലക്കുണ്ട്. ये कौन सा साड़ी है? ये जॉर्जेट विस्कोस साड़ी. जॉर्जेट विस्को साड़ी. और कॉन्ट्रास्ट कलर कॉम्बिनेशन है. साड़ी बॉर्डर का कलर जो है कॉन्ट्रास्ट में इस टाइप से रहता है. ओके ओके. ये देखो मैसूर क्रेप ब्लैक स्पेशल. केरला में ब्लैक कलर बहुत फेवरेट है. बहुत. प्रिंस भाई का भी ब्लैक कलर बहुत फेवरेट है. കേരള നൈസ്കേലേ ഭയങ്കര ഫേമസ് ആണ്. നമ്മുടെ അവിടുത്തെ ആ ഒരു ബ്ലാക്ക് കളർ കോമ്പിനേഷന്റെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് ഇവിടെ അല്ലേ? चुंगड़ी. ചുങ്ങടി. ये कौन सा साड़ी है? ये आप मशरूम जॉर्जेट साड़ी. मशरूम. अभी ये साड़ी में इतना फैब्रिक, इतना वेराइटी, इतना कॉन्सेप्ट रहता है ना कि ये मतलब आप एक बार कांटेक्ट करेंगे और पर्सनली जुड़ेंगे तो आपको इसका आइडिया लगेगा कि क्या फैब्रिक है, क्यों प्राइस डिफरेंस है और क्या क्या अलग अलग क्वालिटी चल रहा है मार्केट. ഈ മെറ്റീരിയൽ ये मंगलगिरी कॉटन. മംഗൾഗിരി ഇതൊക്കെ രസമായിട്ടുണ്ട്. ഇതിന്റെ ये ब्रोकेट कलमकारी. ബ്രോക്കേഡ് കലംകാരി നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതിന് सेल्फ डिजाइन है. साड़ी के अंदर ही पूरा सेल्फ डिजाइन है. അതെ അതും ശരീര വർക്കാണ് ഇതില് ഫുൾ വന്നിരിക്കുന്നത്. ഇത് ഏതാണ്? मंगलगिरी कॉटन. മംഗൾഗിരി കോട്ടൺ സൂപ്പറാണ്. എനിക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ തുറന്ന് കാണിക്കാൻ നിന്നാല് നല്ല രസമായിരിക്കും. പക്ഷെ ഇത് ഹോൾസെയിൽ ആണ്, നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ തുറന്ന് കാണിക്കലിനും പിടിക്കലിനും. എന്തായാലും ये देखो നല്ല केरला നല്ല കളക്ഷൻസ് स्पेशल कल्याणी कॉटन. ആ ये तो बहुत ज्यादा डिमांड में रहता है. मतलब केरला में आप अगर शॉप में ना तो हर शॉप में ये वेराइटी आपको दिखेगा ही दिखेगा हर जगह. इसका इतना डिमांड है वहाँ पे. ये देखो ये भी वही है ये मैसूर जॉर्जेट. മൈസൂർ ജോർജറ്റ്. ये देखो कॉन्ट्रास्ट. മൈസൂർ ജോർജറ്റ് हाँ प्योर मैसूर जॉर्जेट फैब्रिक पे आएगा. ഇങ്ങനെയാണ്. നല്ല സംഭവമൊക്കെ നല്ലതാണ് കേട്ടോ. നല്ല ഇഷ്ടമായിട്ടുണ്ട്. റേറ്റ് മാത്രം ഇനി വിളിച്ച് ചോദിച്ചാൽ മതി. പിന്നെ വരുമ്പോ ഇതൊക്കെ നല്ല രസമുണ്ട്. हाँ इधर തുറക്കാം അല്ലേ? प्रिंस भाई वो कौन सा सॉन्ग था इसमें जो आप सॉन्ग एक फेमस आपका? പാട്ട് പാട്. അയ്യോ 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 ഞാൻ ഓടിപ്പോട്ടപ്പാ. ഞാൻ മാത്രല്ല എല്ലാരും ഓടിപ്പോ. ഇത് നന്നായിട്ട് തോണിക്കാരനും അവന്റെ പാട്ടും കൂടണയുന്നേ. ആ പാട്ടാ. കോപ്പിറൈറ്റ് വരൂട്ടാ. യേശുദാസ് മാറിയിരിക്കണ്ടേ? अच्छा आप साड़ी बेच रहे हो, सिंगिंग नहीं की आपने? ആ നോക്കിയേ വർക്കുകള്. എനിക്ക് ഇതാ എന്റെ കയ്യിലിരിക്കണത് കേട്ടോ. എനിക്ക് ഇഷ്ടമായിരുന്നു. നല്ല രസമായിട്ടുണ്ട്. പിന്നെ ഈ ഒരു കോട്ടാ ചെക്കിലുണ്ട് അല്ലേ? കോട്ടാ में था ना ये कोटा चेक्स. कोटा चेक्स में ये वर्क को क्या बोलते हैं? ये इसको एम्ब्रॉयडरी वर्क बोलते हैं. लखनवी एम्ब्रॉयडरी. ലക്നവി. ലക്നവി हाँ गज्जी सिल्क. ഗജ്ജി സിൽക്ക്. അത് ഉണ്ട് അത്യാവശ്യം. അതിന് പൈപ്പിങ്ങിന്റെ ഡീറ്റെയിലിംഗ്. हाँ ഭാഗ്യം മൈക്ക് എന്റെ കയ്യിലായിരുന്നു മൈക്ക്. അതുകൊണ്ട് തന്നെ പ്രിൻസേട്ട പാട്ട് പാടിയത് ചിലപ്പോ കേട്ടിട്ടുണ്ടാവില്ല. അതന്നെ രസം. ഇത് ഗജ്ജി സിൽക്കിൽ അല്ലേ? ഗജ്ജി സിൽക്കിൽ ഇതുപോലെ തന്നെ 4-5 ഷെയ്ഡ്സ് ഇതിലുണ്ടാവും. അത് മൊത്തം എടുക്കണം. പിന്നെ ഇത് ഹോൾസെയിൽ ആണ്. ഒരു പീസിനായിട്ട് ആരും വിളിക്കണ്ട. ഇത് ബൾക്ക് ഓർഡർ ആണ് എടുക്കേണ്ടത്. ഇവിടെ എന്തൊക്കെ വേറെ കിട്ടും?
क्या चीज? വേറെ എന്ത് കിട്ടും സാരിക്ക് അളവാ? साड़ी के अलावा ड्रेस, कुर्ती, ब्लाउज पीस, नाइटी, पेटीकोट, लेडीज आइटम सब मिल जाएगा यहाँ पे आपको। അതാണ്. हाँ, सारा का सारा जो भी लेडीज आइटम है, अभी तो लहंगा भी चालू हो गया है, ഓ तो लहंगा भी मिल जाएगा। അപ്പൊ എല്ലാം ഉണ്ടെന്ന് ഇവിടെ. ജെന്റ്സിന്റെ ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ. അതെ, जेंट्स आइटम नहीं है, सिर्फ ഇല്ല. लेडीज। ലേഡീസ് ഐറ്റംസ് हम डिफिकल्ट काम ही करते हैं, इजी काम नहीं करते। നോക്കിയ ഇതൊക്കെ കല്ല് വെച്ചിട്ടുള്ളതാട്ടോ. സെറോസ്കിയുടെ കല്ല് വെച്ചിട്ടുള്ള ഒരു സംഭവം. ഇത് നമ്മൾ നേരത്തെ അവിടെ വെച്ചിട്ട് തുറന്ന് കാണിച്ചു. रस्ट ऑरेंज। റെസ്റ്റോറന്റ് ദിഖായ ഫസ്റ്റ് എൻട്രി. हाँ, ये तो हर जगह अभी क्या डिमांड में है ഇത് ना। കുറച്ച് മൂവിംഗ് ആണ് ഈ റെസ്റ്റോറന്റ് വരുന്നത്. പിന്നെ നമ്മുടെ കോട്ടൺ. हाँ, കോട്ടൺ എങ്ങനെ നമ്മൾ മറക്കും അല്ലേ? स्लब कॉटन, ആ സ്ലബ് കോട്ടണിൽ ഇങ്ങനെ വർക്ക് लाइट ത്രെഡ് शेड വർക്ക് ആണ്. आएगा। ये पूरा विविंग वर्क है, विविंग वर्क, और ऊपर यहाँ पे जैकार्ड बुट्टी आता है इस टाइप से, और पल्लू पे आपको ऐसा फैंसी टसल्स आएगा। ये ब्लाउज पीस है। ബ്ലൗസ് പീസ് ആണ് ഇത് തന്നെ അല്ലേ? ये ഇനി देखो। ഇവിടെ ഈ ഇങ്ങനെ ചോദിക്കില്ല 1000 രൂപയുള്ള സാരി ഉള്ളോന്ന്. ആ. അതുക്കും മേലെ ഉണ്ട് ഇവിടെ. അതുക്കും മേലെയുള്ള എന്റെ ഡയലോഗ് ആണല്ലോ. അതുക്കും അതൊക്കെ എന്താ എന്റെ ഡയലോഗ് കട്ടെടുത്ത അപ്പോഴേക്കും. പക്ഷെ ഈ സാധനം ഒന്നും നമ്മുടെ അവിടെ കൊടുക്കോ? നമ്മുടെ അവിടെ എടുക്കും. കല്യാണം വരട്ടെ അന്നേരം അറിയാം. തിരുവനന്തപുരം അങ്ങോട്ട് കൊച്ചി സൈഡിലൊരു കല്യാണത്തിന് പോയാൽ അന്നേരം അറിയാം ഇത് ഉടുക്കോ ഇല്ലയോ എന്ന് അന്നേരം അറിയാം. അതെ, പോണ്ടോ അപ്പൊ ഇവിടുന്ന് സാധനം? ഇവിടുന്ന് സാധനം പോകുന്നുണ്ട്. അതെ, പോകുന്നത് മൊത്തവും കളമശ്ശേരി ആ ഭാഗത്തോട്ടാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ പോകുന്നത്. സാധനങ്ങൾ പോണത് അല്ലേ? ഓക്കെ, കല്യാണത്തിന് ഇതിനൊക്കെ. കല്യാണത്തിനൊക്കെ കൊടുക്കുന്നത്. ഓക്കെ, ये देखो, कुताम्पली सिल्क्स। ഓഹോ, ഇതൊക്കെ വെച്ചിട്ടുണ്ടല്ലേ? ഇത് കോൺട്രാസ്റ്റ് एक का വരുന്നത്. प्राइस बता दूं, ये अच्छा प्राइस है, ये इसका प्राइस मैं बता देता हूँ। ओ, ये रिकॉर्डिंग ऐसे कर सकते हैं। ये प्योर कुताम्पली सिल्क फैब्रिक, 100% वॉशेबल, ओनली 245 ഇരുന്നൂറ്റി 45 ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. 245 ओनली। ये देखो, ओपन प्राइस, चैलेंजिंग प्राइस है ये ओपन चैलेंज टू ऑल द कस्टमर। സാധാരണ ഹോൾസെയിലില് പ്രൈസ് പറയാൻ പാടില്ല, പക്ഷെ നമ്മൾ പ്രൈസ് പറഞ്ഞിരിക്കുന്നത് അത് ഞാനല്ല കേട്ടാ. ഫുൾ ഉത്തരവാദിത്തം നമ്മുടെ മായങ്ക് ഭായി ആണ്. അതെ, मैं इधर ही हूँ, मैं तो आपने ही। ഇത് നോക്കി ആപ്ലിക് വർക്ക് പോലെ ചെയ്തിരിക്കണത് ഒരു വർക്ക്, അതുപോലെ ടെസൽസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇനി നമുക്ക് നിർത്താം, കൊറേ ആയി നമുക്ക് കാണി. ഇനി മടുത്തുന്നല്ല, ആക്ച്വലി ഇത് ടയർഡായി. ടയർഡ് മടുത്തോ ടയർഡൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയല്ലേ? ഏകദേശം ഒരുപാടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ മോളിലത്തെ ഫ്ലോറിലും ഉണ്ട്. മോളിലത്തെ ഫ്ലോറിൽ എന്നാണ് ഈ പറഞ്ഞത് പെട്ടിക്കോട്ട്, റെഡിമെയ്ഡ് നൈറ്റി കിറ്റി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളത്. ये देखो, इसको बोलते हैं गंगा जमुना साड़ी, क्योंकि इसमें जो बॉर्डर का कलर हर साड़ी में ना, ऊपर का बॉर्डर कलर अलग है। ये देखो, येलो। ആ പാട്ട് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാട്ടോ. പക്ഷെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ये कॉपीराइट आएगा आज चैनल पे। ये देखो, ये इसमें दोनों बॉर्डर का कलर अलग अलग आएगा। देखो, जैसे हर साड़ी में ऊपर येलो का ग्रीन है, किसी में मरून आएगा, साथ में पिंक आएगा। ये गंगा ये यमुना ये गंगा, ये जमुना, ऐसा है यहाँ पे सब साड़ी ये में। साड़ी का नाम आप रखते हैं क्या? नहीं, ये मिल से ही, मिल से आता है। कोई कोई साड़ी का नाम मैं भी रख देता हूँ। ऐसा जैसे कोल्लम सिल्क का है यार। कोल्लम कॉटन, कोल्लम कॉटन वो नेक्स्ट वीडियो में दिखाएंगे, इसको नेक्स्ट video, वीडियो में surprising. दिखाएंगे। सरप्राइज आइटम है। बॉक्स आइटम पूरा नेक्स्ट वीडियो। हाँ, वो उसमें बॉक्स पैकिंग है, और कोल्लम कॉटन नेक्स्ट वीडियो में उसके बारे में അപ്പൊ ബോക്സ് ആയിട്ട് ഉണ്ട്, അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പൊ തന്നെ വെച്ചോട്ടോ. അപ്പൊ നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം. ഇത് അതിന്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞേക്ക്, എവിടെയാ സ്ഥലം? ലൊക്കേഷൻ ലെജൻഡ് ടെക്സ്റ്റൈൽ മാർക്കറ്റ് അത് എവിടെയാന്ന്? എവിടെയാ? ഗുജറാത്തിലെ അത് സൂറത്തിൽ. അങ്ങനെ പറഞ്ഞു കൊടുക്ക. പിന്നെ വരുമ്പോ ട്രെയിനിലാണോ എങ്ങനെയാ? ഗുജറാത്തിലെ സൂററ്റിലാണ് ലെജൻഡ് ടെക്സ്റ്റൈൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ സഹാറ ദർവാജ സൂററ്റിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. 10 മിനിറ്റ് ഡിഫറൻസ്. 2 കിലോമീറ്ററും എയർപോർട്ടിൽ ഇറങ്ങിയാൽ 25 മിനിറ്റ്സിന്റെ ഡിസ്റ്റൻസേ ഉള്ളൂ ഈ സ്ഥാപനം നിൽക്കുന്നത്. നേമാവരി സിൽക്ക് മിൽ സ്ഥാപനം നിൽക്കുന്നത് ലെജൻഡ് ടെക്സ്റ്റൈൽ മാർക്കറ്റിലാണ്. എയർപോർട്ടിൽ നിന്ന് 25 മിനിറ്റ്സും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 10 മിനിറ്റും ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇനി നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുവാണെങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവരണമെങ്കിലും എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരണമെങ്കിലും ഞാനിവിടെ ഉണ്ട്. എന്നെ ഒന്ന് വിളിച്ചാൽ മതി, പ്രിൻസേ എന്നൊന്ന് വിളിച്ചാൽ മതി. പിന്നെ ഒരു കാര്യം നമ്മൾ इतना याद रखने का जरूरत नहीं है उनको। നിങ്ങൾക്ക് ഒന്ന് कांटेक्ट ചെയ്താൽ മതി. പിന്നെ അതല്ല, നമ്മളിപ്പോ ഇങ്ങോട്ട് വരുമ്പോ നമ്മൾ ഏത് ഹോട്ടൽ, മലയാളം ഫുഡ് അതും പറയണം, പറഞ്ഞേ പറ്റൂ. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ശരിക്കും മലയാളം ഫുഡ് പ്രിൻസാട്ട എന്നെ കൊണ്ടുപോയി അവിടെ കഴിപ്പിച്ചു. അത് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സഭ നമുക്ക് മലയാളി ഫുഡ് കിട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇവിടെ നോൺ വെജ് നമ്മുടെ മലയാളം ഹരമായിട്ടുള്ള സംഭവമില്ല അത്. പക്ഷെ പേര് പറയാൻ പറ്റില്ല, ഇവിടെ പേര് പറഞ്ഞാൽ പട്ടി കിട്ടും. അപ്പൊ അത് ഇവിടെ കിട്ടും. അപ്പൊ അങ്ങനെ വേണമെന്ന് വെച്ചാൽ അതിനായാലും പ്രിൻസാട്ടിനെ വിളിക്കാം. ഇനിയിപ്പോ ഹോട്ടൽ സ്റ്റേ അത് എപ്പോഴും എടുക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ
സ്റ്റേഷൻ നിയർ ബൈ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഭാഗത്തൊക്കെ ആയിട്ട് എടുത്ത് എയർപോർട്ടിൽ വരുന്നവരും എയർപോർട്ടിന്റെ സൈഡിൽ എടുക്കരുത്. അതാ ഞാൻ എടുത്ത് പറഞ്ഞത്. എയർപോർട്ടിന്റെ സൈഡിൽ എടുക്കരുത്. എയർപോർട്ടും ഈ നമ്മുടെ ടെക്സ്റ്റൈൽ ഏരിയയുമായിട്ട് സ്വല്പം ഡിഫറൻസ് ഉണ്ട്. അപ്പം അതുപോലെ തന്നെ ഏജന്റുമാരുടെ എണ്ണി ചെന്നപ്പെടരുത്. അതെ, ഈ എയർപോർട്ടിന്റെ അവിടെ എടുക്കരുതെന്ന് പറഞ്ഞാൽ വെച്ചാൽ അവിടെ കുറച്ച് എക്സ്പെൻസ് കൂടുതലായിരിക്കും. കുറച്ച് ലക്ഷറി സൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് റൂമിന് റെന്റ് കൂടും. ഒരു പെർ ഡേക്ക് ഒക്കെ നമ്മൾ വിചാരിച്ചതിനേക്കാളും 2500 3000 അല്ല അതിനേക്കാളും കൂടും ചിലപ്പോ. അപ്പൊ അതിനേക്കാളും കൂടും. പക്ഷെ നമ്മൾ ശരിക്കും റേറ്റ് പറയുന്നില്ല. പക്ഷെ ഇവിടെ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ ഹോട്ടൽ റൂംസ് ഉണ്ട്. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് വിളിച്ച് ചോദിച്ചിട്ട് എത്ര റേറ്റ് എങ്ങനെയാണെന്നുള്ളത് ഡീൽ ചെയ്താൽ മതി. ഇനി അങ്ങനെയൊന്നും പറ്റില്ല, നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രിൻസ് ഏട്ടനോടൊന്ന് പറഞ്ഞാൽ മതി. ആള് സജസ്റ്റ് ചെയ്ത് തരും. പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുക്കണം, അത്രേ ഉള്ളൂ. എനിക്കൂടെ ഊണ് മേടിച്ചു തരണം. അയ്യോ, കുറച്ച് നേരത്തെ പറഞ്ഞ മലയാളി ഊണ്, മലയാളി ഊണ് പോകുമ്പോ എനിക്കൂടെ ഊണ് മേടിച്ചു തരണോന്ന് അത് മനസ്സിലല്ലേ? നമ്മുടെ വഴിക്ക് പോവാ നല്ലത് കേട്ടോ. അപ്പൊ ശരി, അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. നിമ്മവരി സിൽക്ക് മിൽസ് സൂറത്തിലാണ് കേട്ടോ. ബൈ 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 ബൈ.